മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വേറെ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്നൊന്ന് കമന്റ് ചെയ്തിട്ട് പോകുന്നില്ലല്ലോ. ആ ഒരു നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. രേഖ രതീഷ് ചേച്ചി നല്ല ഒന്നാം തരം അഭിനയം കേട്ടോ. ചേച്ചി ഇത്രയ്ക്ക് ഉടായ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ രേഖ രതീഷിനെ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം കുറെ ഉടായ്പകൾ പൊളിച്ചെടുക്കാനായിട്ട് ഉണ്ട്. അപ്പോ രേഖ രതീഷ് നമ്മുടെ പരസ്പരം സീരിയലിലെ നമ്മുടെ ദീപ്തിയുടെ അമ്മായിയമ്മ അറിയാലോ, അതുപോലെ നമ്മുടെ സൂരജിന്റെ അമ്മ തകർത്ത് ആടിയ സീരിയലാണ് അല്ലെ. ഞാൻ ഈ രേഖ രതീഷിനെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് മുമ്പ്. അത് വേറെ ഒന്നുമല്ല, ബിഗ് ബോസിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇപ്പോഴും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ രേഖ രതീഷ്. അപ്പോ സത്യം പറഞ്ഞ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു കക്ഷിയാണ്. ഇവരുടെ റീലുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അഭിനയം ഒന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല, സൂപ്പർ അഭിനയം. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേഖ രതീഷ്. നല്ല രീതിയിൽ അവരുടെ റീലുകളായിക്കോട്ടെ ഒക്കെ അതുപോലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിരിക്കുകയാണ് രേഖ രതീഷ് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ. ഞാൻ ആദ്യമേ പറയാം, ഇത് ഈ പറയുന്ന പിണറായി സാറിനൊക്കെ വിളിച്ചുകൊണ്ട് യൂട്യൂബേഴ്സിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റീൽ ഇട്ടത്. ഞാൻ പറയുന്നു, ഈ രേഖ രതീഷിനെതിരെ കേസെടുക്കണമെന്നുള്ളതാണ്. അതായത് മന്ത്രിയുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് കള്ള പ്രചരണം നടത്തി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മനസ്സിലായോ? അതായത് സ്വന്തം സ്ഥാപനം, താൻ തുടങ്ങാൻ പോകുന്ന മറ്റേ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടല്ലോ, ഓൺലൈൻ സാരി വിൽപ്പന, അത് റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന മന്ത്രിയുടെ പേര് ഉപയോഗം ചെയ്യുന്ന രേഖ രതീഷിനെതിരെ കേസെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നുള്ള കുറിച്ചൊക്കെ പറയാം. ആദ്യമേ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് എന്താണ്, രേഖ രതീഷിനെ ഞാൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ നല്ല രീതിയിൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേഖ രതീഷ്. ഒരു കുറെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചു പേരത്തെ കെട്ടിയെന്നോ ആറാത്തെ കെട്ടാമോ അതൊന്നും അവരുടെ പേഴ്സണൽ വിഷയങ്ങളാണ്. അത് നമ്മൾ പിന്നീട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോ ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോയത് ഇതുപോലുള്ള ഉടായ്പകൾ കാണിക്കുമ്പോൾ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി പോകും, നമ്മളെ മറ്റവന്മാരായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖ രതീഷിനെ സ്ഥിരം ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ആക്ടിങ്, ഇവരുടെ നോർമൽ ആയിട്ടുള്ള ബിഹേവിയറും ഇവരുടെ ആക്ടിങ് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കണമെന്നില്ലടേ. ഏത് മന്ദബുദ്ധിക്കും ഏത് അരിയാഹാരം കഴിക്കുന്നവന് കൃത്യമായിട്ട് ആ റീല് കണ്ടാൽ അറിയാം. അതിൽ അവർ അഭിനയിക്കുക, അത് വെറും റീല് മാത്രമാണ്. സ്വാഭാവികമായിട്ട് പറയുന്നത് ഇങ്ങനെയല്ല എന്ന് ഏതൊരു മണ്ടനും പറഞ്ഞാൽ മനസ്സിലാവും. ആ റീല് വെക്കാം. ആ റീല് വെച്ചതിന് ശേഷം എന്തിനാണ് ഈ രേഖ രതീഷ് ഇങ്ങനെ ഒരു വൻ ഉടായ്പ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ചും സംസാരിക്കാം. ഓക്കെ. പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന്, എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-8 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എൻ്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. പറ്റുന്നില്ല സർ, പ്രിയപ്പെട്ട പിണറായി സർ, എനിക്ക് പറ്റുന്നില്ല സർ. കുറെ അധികം യൂട്യൂബർ. ആരാണ് ഈ യൂട്യൂബർ? അതിനുള്ള ചുണ ഇല്ലേ പറ? ഏത് യൂട്യൂബർ? ഞാനും ഈ യൂട്യൂബ് വഴി തന്നെയാണ് ജീവിക്കുന്നത്. വന്നിരുന്ന കൊണവണ അടിക്കുമ്പോഴേ ആ ചുണയാണ് ആദ്യം കാണിക്കാനുള്ളത്. പറയത്തില്ല ഇവിടെ യൂട്യൂബേഴ്സിന്റെ പേരോ എന്താണ് യൂട്യൂബേഴ്സ് ചെയ്തതെന്നോ പറയത്തില്ല, കാരണം അങ്ങനെയൊന്നും സാധനം ഇല്ല എന്നുള്ളതാണ്. ഇതെന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട്. അതിനെ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ആത്മഹത്യ ഭീഷണി, ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പറയുന്നത് അത് യൂട്യൂബേഴ്സിന്റെ തലയിൽ നാളെ ഉണ്ട്. രേഖ രതീഷ്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? താങ്കൾ ഇത് പറയും, ഇത് ഇടുമ്പോ തന്നെ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്നതും ആക്ടിങ്ങും കണ്ട തിരിച്ചറിയുന്ന ഒരാള് മലയാളികൾ അത്ര മണ്ടന്മാരൊന്നും അല്ല.
അല്ലെങ്കിൽ പറയണ്ടേ? എനിക്ക് ഇങ്ങനെയൊന്നല്ല ഞാൻ സംസാരിക്കുന്നത്, മനസ്സിലായോ? താങ്കളുടെ ബഹുമാനം കൊണ്ട് ഞാൻ ഇത്രയും മാറ്റി വയ്ക്കുന്നേ ഉള്ളൂ. ഉടായ്പിനൊക്കെ ഒരു പരിധിയുണ്ട്. കൂടുതൽ ഉടായ്പകൾ കാണിക്കരുത്. യൂട്യൂബേഴ്സിന്റെ പേര് പറ, ഞാൻ മൊത്തം സെർച്ച് ചെയ്തു, അതിന്റെയൊക്കെ ഞാൻ ലിസ്റ്റ് ഇടാം. ഇവിടെ 1 മാസം മുമ്പ് ഇവർക്കെതിരായിട്ട് എന്തൊക്കെ വീഡിയോസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഇവരെ ആരാണ്? നമ്മൾ വിചാരിക്കും പോലെ ഒരു സാധാരണ സ്ത്രീയൊന്നും അല്ല. നല്ല ബോൾഡായിട്ടുള്ള നല്ല ശക്തിയുള്ള ഒരു സ്ത്രീയാണ്, മനസ്സിലായോ? കഥയില്ലാത്ത ജീവിതത്തിൽ വന്നിരുന്നു കൊണ്ട് കൃത്യമായിട്ട് മറുപടി കൊടുത്ത വ്യക്തിയാണ്. എന്ത് വന്നാലും എനിക്ക് സൗകര്യം പോലെ ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവരാണ് എവരോ. ബാക്കി ഇടാനേ. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെ എല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. എന്തൊരു അഭിനയം! രേഖ ഭയങ്കര അഭിനയം തന്നെ. നാച്ചുറാലിറ്റി ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും മനസ്സിലായി ഇത് അഭിനയമാണെന്ന്. ഞാനും പറയുന്നു, സർക്കാർ ഇതുപോലുള്ള ഉടായ്പകൾ കാണിക്കുന്നവരുണ്ടല്ലോ, ഓരോരുത്തരും മറ്റേ വൈറലാകാൻ വേണ്ടിയിട്ട് ബസ്സിൽ നിന്നുകൊണ്ട് ഉടായ്പകൾ കാണിക്കും. ഇത് മറ്റൊരു രീതിയിലുള്ള അതിനെ വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനെ ദീപകിന്റെ കേസ്, ദീപക് ആത്മഹത്യ ചെയ്തതിനൊക്കെ പിന്നീട് എടുത്ത് കണക്ട് ചെയ്തത് കൊണ്ടാണ് ഇവർ ഈ പറയുന്നത് എന്നുള്ളതാണ്. ഇനി എന്തിനവരിത് പറഞ്ഞു? എന്തിനിങ്ങനെ ഒരു ഉടായ്പ കാണിക്കുന്നു? കുറെ യൂട്യൂബേഴ്സിന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്തിന് യൂട്യൂബേഴ്സിന്റെ തലയിലിട്ടുകൊണ്ട് ഒരാളുടെ പേര് പോലും എടുത്തു പറയാതെ എന്നെ യൂട്യൂബേഴ്സ് നിരന്തരം തേജോവധം ചെയ്യുന്നു, ഞാൻ ആത്മഹത്യയിലേക്ക് പോവുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്താൽ അതിന് കാരണക്കാരി യൂട്യൂബേഴ്സ്. ഏത് യൂട്യൂബേഴ്സ്? നിനക്കെതിരെ എന്താ പറഞ്ഞത് രേഖ? നിനക്കെതിരെ ഏത് യൂട്യൂബേഴ്സ് എന്താ പറഞ്ഞത്? ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല. താങ്കൾ ഇതുവരെ ഈ പറയുന്ന ലൈംലൈറ്റിൽ ഇല്ലായിരുന്നു. താങ്കൾ ലൈംലൈറ്റിൽ വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണമുണ്ട്. ഇനി ആ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവര് ഒരു 1-2 ആഴ്ച മുമ്പ് ഒരു റീൽ ഇട്ടു. ആ റീൽ ഞാൻ അവിടെ വെക്കാമേ. എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കുകയാണ്. എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വേദനയും നിശബ്ദതയും ഒരുപാട് ചോദ്യങ്ങൾ. ഇത് റീലാണ്, കണ്ടാൽ മനസ്സിലാവല്ലോ. ഇന്ന് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി വരുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം. മനോഹരമായ അധ്യായം. അധ്യായത്തിന് ആള് വിളിക്കുന്നുണ്ട്. ഭർത്തനായിട്ട് വിളിച്ചു. വെയിറ്റ് ഫോർ റിവീൽ എന്ന് പറഞ്ഞിട്ടുള്ള റീലാണ് അവിടെ ആദ്യം ഇട്ടിരിക്കുന്നത്. ഈ രേഖ രതീഷ് ഇട്ടിരിക്കുന്നത് ഏതോ ഒരു നടനെന്ന് പറയാം. എനിക്ക് ഇത് വലിയ നമ്മൾ ഈ സീരിയലൊന്നും വലിയ ഫോളോ ചെയ്യാത്തോണ്ട് അറിഞ്ഞുകൂടാ. ഏതോ ഒരു നടനാണ് എന്റെ ജീവിതത്തിൽ പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കണ്ട് വെയിറ്റ് ഫോർ റിവീൽ, അവനെ കണ്ട് അവന്റെ അടുത്ത് ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവരും എന്താ വിചാരിക്കുക, ഇവിടെ അടുത്ത അല്ലെങ്കിൽ എന്താണ് അടുത്ത ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ അങ്ങനെ വെച്ചപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സ് ഇവർ 6ാമത്തെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു, 6ാമത്തെ പിന്നെ ആളെ റിവീൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് യൂട്യൂബ് പിന്നെ വീഡിയോസ് വന്ന് ഞാൻ ഇവിടെ വെക്കാം കേട്ടോ. ഇതാണ് തുടക്കം. പക്ഷേ ഇതിനുശേഷം ഇവർ റിവീൽ ചെയ്യാൻ പറയും. എന്നിട്ട് ഇതിനകത്ത് കുറെ പേര് കൺഗ്രാറ്റുലേഷൻ പറയുന്നു. ഇതിനൊക്കെ അവർ ഓ ഹായ് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു. കുറവരൊക്കെ മോശം പിന്നീട് പിന്നെ കമന്റുകൾ ഇടുന്നു. ഇത് തന്നെ തൊഴിലെന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നു. അത് നിനക്കെന്താ എന്ന് പറഞ്ഞു വളരെ ബോൾഡായിട്ട് തിരിച്ചടിക്കുന്നു. എന്നിട്ട് ഇവർ റിവീൽ ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാമേ. 2 ദിവസം കഴിഞ്ഞ് അടുത്ത എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം. വീഡിയോയാണ്. അതിന്റെ ഭാഗമായുള്ള ഒരു യാത്രയാണിത്. ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം, അതിനുള്ള തയ്യാറെടുപ്പ്. യാത്രയിൽ എനിക്കൊപ്പം ഈശ്വറും കൃഷ്ണയും ഉണ്ടായിരുന്നു. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. പക്ഷേ അതൊന്നും കൊണ്ട് നമ്മൾ തളരില്ലല്ലോ. ക്ഷീണം മാറ്റാൻ വെള്ളമൊക്കെ കുടിച്ചു ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാഞ്ചീപുരം സാരിയുടെ ഒരു വലിയ ലോകത്തെത്തിപ്പെട്ടു. കാഞ്ചീപുരം സാരി ഏകദേശം നിങ്ങൾക്ക് കാര്യം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി പറയട്ടെ എന്റെ ആ തീരുമാനം. ദാ ഞാൻ ഇവിടുന്ന് തുടങ്ങിയാണ്. ഞാൻ ബ്രാൻഡിംഗ് പാർട്ണർ ആയിട്ടുള്ള ലോട്ടസ് ലൂം എന്ന ഓൺലൈൻ സാരി ഷോപ്പ്. പർച്ചേസ് എല്ലാം ഓക്കെ ആക്കി. അടുത്ത വീഡിയോയിൽ ലോട്ടസ് ലൂമിന്റെ ലോഗോ റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവണം. മനസ്സിലായ? ഓൺലൈൻ സാരി ഷോപ്പ്, അതായത് അവരുടെ ബിസിനസിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ റീലിട്ടത്. ഞാൻ കെട്ടാൻ പോകുന്നു എന്നുള്ള വ്യാജേന ആദ്യത്തെ റീലിടുന്നു. ഞാനിത് റിവീൽ ചെയ്യാമെന്ന് പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ റിവീൽ ചെയ്യുന്നു. കെട്ടാനല്ല പോകുന്നത്, ഞാനൊരു ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങാൻ പോകുന്നു. അതായത് കാഞ്ചീപുരം സാരികൾ വാങ്ങിച്ച് ഓൺലൈൻ വഴി വെക്കുക.
ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ്. ഇത് വലുതായിട്ട് ആൾക്കാർ കണ്ടിട്ടില്ല, വലുതായിട്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടില്ല, വലുതായിട്ട് ലോഗോ ലോഞ്ച് ചെയ്യുന്നു പറയുന്നത് വലുതായിട്ട് ആൾക്കാരിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല. ആ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് രേഖ രതീഷ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഞാൻ പറയുന്നു 101% ഇവർ ഇതിനു വേണ്ടി ചെയ്തതാണ്. ഇപ്പൊ ആ റീല് ഇപ്പൊ ഏതാണ്ട് 2 മില്യൺ എന്തോ ആയി ആ ഒരു റീല്. അപ്പോ ഇതെല്ലാം എന്തായി? വൈറലായി. തന്റെ ഓൺലൈൻ ഷോപ്പിംഗ് എന്ത് ചെയ്യണം, അതൊന്ന് പിന്നീട് 4 ആൾ അറിയാൻ വേണ്ടിയിട്ട് ഇവര് ചെയ്ത ഉടായിപ്പാണിത്. അല്ലാന്നുണ്ടെങ്കിൽ ഏത് യൂട്യൂബറാണ് എന്താണ് താങ്കൾക്കെതിരെ പറഞ്ഞത് എന്ന് പറയണം. താങ്കൾ 5 കെട്ടാൻ പോകുന്നു, 6 കെട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോ താങ്കൾ കെട്ടാൻ പോകുന്നു എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? താങ്കളെ കുറിച്ച് ബോഡി ഷെയിം ചെയ്യുകയോ താങ്കളെ കുറിച്ച് ഇല്ലാത്തത് പറയുകയോ താങ്കളെ അധിക്ഷേപിക്കുകയോ സ്ത്രീവിരുദ്ധത പറയുകയോ സ്ത്രീത്വത്തിനെതിരായിട്ട് ആരെങ്കിലും പറയുകയോ ഒക്കെ ചെയ്തിട്ട് താങ്കളത് നിരത്തണമെന്നേ. താങ്കളത് നിരത്തണം. താങ്കൾ ഈ പറയുന്ന പിന്നീട് സീരിയലിൽ അഭിനയിച്ചെങ്കിൽ ജീവിക്കുന്നത്, അതിന്റെ വരുമാനം കൊണ്ടല്ലേ ജീവിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ലേ ജീവിക്കുന്നത്. ഇപ്പൊ ഏത് ഫീൽഡിലാവട്ടെ തട്ടിത്തനം കാണിക്കണവന്മാരുണ്ടാവും, നല്ലത് കാണിക്കുന്നവരുണ്ടാവും. അത് ഏത് ഫീൽഡിലാവട്ടെ. നമ്മുടെ യൂട്യൂബേഴ്സിന് ചിലവർ പിന്നീട് റീച്ചിന് വേണ്ടിയിട്ട് പലതും പറയുന്നുണ്ട്. അപ്പൊ അവരുടെ പേരെടുത്ത് പറയണം. സ്വന്തമായിട്ട് മറ്റേ എല്ലാ യൂട്യൂബിനെ അടിച്ച് അങ്ങ് താത്തിട്ട് അങ്ങ് ഇത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ താങ്കളുടെ വിജയമാണ്. രേഖ രതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വിജയം തന്നെ ഞാനിപ്പോ വന്ന് ഇത് പ്രതികരിക്കുന്നുണ്ടല്ലോ. കാരണം ഇതും അവർക്കൊരു പ്രൊമോഷനാണ്. രണാസുനയ്ക്ക് പിടിക്കുകയാണോ? ഇതും അവർക്കൊരു പ്രൊമോഷനാണ്. ഈ രേഖ രതീഷ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു സാധാ നോർമൽ വ്യക്തിയല്ല. വളരെ ബോൾഡാണ്. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. മനസ്സിലായി? അത്രയ്ക്ക് ബോൾഡാണ് വ്യക്തി. അവരൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് അവര് വളരെ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കേട്ടോ? എവിടെയെങ്കിലും ഇരുന്നൊന്ന് കമന്റ് ചെയ്തിട്ട് പോകുന്നില്ലല്ലോ. ആ ഓരോ കമന്റ്സും മറ്റൊരാളുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു ആദ്യമൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ അധ്വാനിക്കുന്നു. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എൻ്റെ ചോര നീരാക്കി ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസയിൽ ഞാൻ ജീവിക്കുന്നു. ഒരാൾ വന്ന് കമന്റ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ അത് കേട്ടിട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നു അല്ലേ? എത്രയോ പേരുണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ദൈവം തന്ന ജന്മം എനിക്ക് ദൈവം തിരിച്ചെടുക്കുമ്പോൾ ഞാൻ പോകും. എനിക്ക് അതിൻ്റെ നടുക്ക് പല പ്രതിസന്ധികളും ഞാൻ ചിലപ്പോൾ നേരിട്ടുവന്നിരിക്കും. അതെനിക്ക് ദൈവം തരുന്ന ടാസ്ക് ആയിട്ട് ഞാൻ വിചാരിക്കും. അതിനെ അതിജീവിച്ച് ഞാൻ മുമ്പോട്ട് പോവുക എന്നുള്ളത് എൻ്റെ വിൽ പവർ. ഞാൻ പോകുന്നു. എൻ്റെ ടൈം കഴിഞ്ഞു ഭൂമിയിൽ, നീ തിരിച്ചു വരാറായി എന്ന് പറയുമ്പോൾ തന്നെ വിളിക്കും. അപ്പം ഞാൻ പൊക്കോളൂ. അതിനിടയ്ക്ക് ഇനി ആര് വന്ന് എന്ത് പറഞ്ഞാലും ഇതിലൂടെ കേട്ട് ഞാൻ ഇതിലൂടെ കളഞ്ഞിട്ട് പോകും. ആര് പറഞ്ഞ എന്ത് പറഞ്ഞാലും ഇതുവരെ കേട്ട് ഇതാണ് രേഖ. ഇത് ആക്ടിങ് അല്ല. ഇതിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടു. ഒരു ആക്ട് ചെയ്യുമ്പോൾ ഒരു റീൽ എടുക്കുമ്പോൾ അവിടുത്തെ ബോഡി ലാംഗ്വേജ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ആക്ടർ ആണെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു. താങ്കളെ മനസ്സിലായോ? സീരിയലിലെ ആ ഒരു റീല് കൊള്ളാം, കുഴപ്പമില്ല, ആൾക്കാർ കരയും. പക്ഷേ സ്വാഭാവികമായിട്ട് കരയുന്നത് ഇങ്ങനെയല്ല, സ്വാഭാവികമായിട്ട് പറയുന്നത് ഇങ്ങനെയല്ല എന്നുള്ള തിരിച്ചറിവ് താങ്കൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ഭീഷണി. അത് ആരുടെ പേര് എടുത്തിട്ടുണ്ട്? പിണറായി വിജയന്റെ പേരെടുത്തുകൊണ്ടാ പറഞ്ഞു. ഞാൻ ഇവർക്കെതിരെ കേസെടുക്കണം. ഇവരെ ആരാണ് പറഞ്ഞത്? എന്ത് ഈ പറയുന്ന സൈബർ ബുള്ളിംഗ് ആണ് ഇവരെ ചെയ്തത് എന്നുള്ളത്. ഇനി ആരെങ്കിലും ഇവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു, ഞാൻ എന്താ ഈ 1 മാസത്തിനകത്ത് വെച്ച് ഇവരുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ തിരക്കി, ഞാൻ ഇവിടെ കൊടുക്കാം. നോക്ക്, 5ാം വിവാഹം ഒരു നടനുമായി. ഇതാണ് ഒരാൾ ഇട്ടിരിക്കുന്നത്. ഹർഷ, ഒരു മുഖ്യധാരാ മാധ്യമത്തിന്റെ ഒരു ന്യൂസ് കാർഡ് ഞാൻ വായിക്കാം. പുതിയൊരു ജീവിതത്തിലേക്കെന്ന് നടി രേഖ രതീഷ് 5ാം വിവാഹം ആ നടനുമായി. 5ാം വിവാഹം എന്ന് പറയുന്നത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ 5ാം വളരെയധികം പ്രിയങ്കരി എന്ന് പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയുടെ വാർത്തകൾ. ഇതല്ലാതെ ഇങ്ങനെയുള്ള കുറച്ചല്ലാതെ വേറെ ഒരു സംഭവവും ഇവർക്ക് കുറിച്ച് പിന്നീട് ഇതിനകത്ത് വന്നിട്ടില്ല. ആരും ഇവരെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. ഇതിപ്പോ ഇന്നലെ ഒരു സംഭവം ഇട്ടപ്പോ പിന്നീട് പാപ്പരാസികൾക്കെതിരെ ആഞ്ഞടിച്ച് ഇന്ന് നടി രേഖ രതീഷ് രംഗത്ത് യൂട്യൂബർമാർ പിന്തുടർന്ന് ശല്യപ്പെടും. പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാർ, ഇതേ ഇല്ല. ഇതിൽ എവിടെയാണ് സൈബർ ബുള്ളിങ്? അല്ല, എവിടെയാണ് എന്താണ് താങ്കളെ കുറിച്ച് അനാവശ്യം പറഞ്ഞത്? താങ്കളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ആരാണ് വേടിയിട്ടത്? ചുണയുണ്ടോ ആ ഒരു പേര് പറയാം? എന്റെ അമ്മനെ എഴുതിത്തരാം. 101% ഇത് ഉടായിപ്പാണെന്നേ. ഇത് ഉടായിപ്പാണ്. അപ്പൊ തന്റെ ഓൺലൈൻ ഷോപ്പിംഗ്, സാരി വിൽപ്പന ഒന്ന് പച്ച പിടിക്കണം, 4 ആൾ അറിയണം.
അതിനു വേണ്ടി കാണിച്ച ഞാൻ പറഞ്ഞ പിണറായി വിജയന്റെ അടുത്ത് എനിക്ക് അങ്ങോട്ടൊരു ഇതുണ്ട്, ഇവരുടെ പേരിൽ കേസെടുക്കണം, അല്ലെങ്കിൽ ഇവർക്കെതിരെ ആരാണ് എന്താണ് പറഞ്ഞത്, അത്രയും പിന്നീട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന രീതിയിൽ. അതായത് ഇവിടെ കോട്ട് ചെയ്യുന്ന ദീപകിനെയാണ്, ദീപകിനെ പോലെ കുറെ എണ്ണം മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോട്ട് ചെയ്യാൻ ഇതിന് എന്താണ് സംഭവിച്ചത്? അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരായിട്ട് ആരെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ച് അകത്തിടണമെന്നും, ഇനി അതല്ല ഇവരുടെ ബിസിനസിന് വേണ്ടിയിട്ട് സർക്കാരിനെ വരെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ മണ്ടന്മാരാക്കിക്കൊണ്ടാണ് ഇവരിത് ചെയ്തതെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിടിച്ചകത്തിടണമെന്നാണ് എനിക്ക് പറയുന്നത്. മനസ്സിലായോ? ഇവരെ പിടിച്ചകത്തിടണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായിട്ട്. ഇത് ഉടായ്പ തന്നെയല്ലേ? അല്ലെങ്കിൽ രേഖാ രതീഷാണ്. നമ്മൾ ഇന്നലെയും കണ്ടു തുടങ്ങിയ വ്യക്തിയല്ല. അവൾക്കെതിരെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി കൊടുക്കാനുള്ള ചങ്കൂറ്റമുണ്ട്. അതിന് അത്രയ്ക്കുള്ള ബോർഡായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതിന് ഞാൻ അവരുടെ അടുത്ത് എപ്പോഴും എനിക്ക് അവരുടെ അടുത്ത് ബഹുമാനമേ ഉള്ളൂ. മനസ്സിലാവില്ല, എല്ലാം വെട്ടിത്തന്ന് നീ പോടാ എന്ന് പറയുന്ന സ്ത്രീയാണ്. അവര് വന്നിട്ട് ഇങ്ങനെ വളരെ ഉടായ്പ ചെയ്ത് നമ്മൾ മാത്രം മറ്റൊരു വാക്കിലൊരു മണ്ടന്മാരെന്ന് വിചാരിക്കരുത്. ഇത് പക്ക ഉടായ്പാണ്. നിങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കണം.